അമൃത ടെലിവിഷൻ പ്രീമിയർ മൂവി 1000-ലൊരുവൻ മാർച്ച് 16 ഞായറാഴ്ച വൈകിട്ട് 6:45. എന്താടേ നിന്റെ മുഖത്ത് ഇത്ര വിഷമം? ഹോ, ഇന്നലെ കച്ചവടം ഒന്നും നടന്നില്ല. അയ്യോ, എന്ത് പറ്റിയടേ? ഓ, ആ പൂക്കട്ടയും കൊണ്ട് വരുന്ന കൊച്ചില്ലേ, കുരുത്തം കെട്ട കൊച്ച്, ആ കൊച്ചു കാണുന്ന കച്ചവടം ഒന്നും നടക്കുന്നില്ല ഇവിടെ. എടി അതാ നോക്കേ, ആ കുരുത്തം കെട്ടവളതാ വരുന്നു. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കൊലു നാരായണൻ കട്ടോണ്ടുപോയി. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കൊലു നാരായണൻ കട്ടോണ്ടുപോയി. രണ്ടു കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കൊലു നാരായണൻ കട്ടോണ്ടുപോയി. രണ്ടു കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. കൊട്ടാരം പറഞ്ഞു കൊണ്ടാലും നോവൂല. കുട്ടപ്പൻ ചേട്ടനു കൊള്ളാനും ചുണിയില്ല. കൊട്ടാരം പറഞ്ഞു കൊണ്ടാലും നോവൂല. കുട്ടപ്പൻ ചേട്ടനു കൊള്ളാനും ചുണിയില്ല. സരിഗമ പദനിയിൽ ഒരു കെട്ടി തൂക്കി, അതിലൊരു വല്യമ്മ തലം കെട്ടി തൂക്കി. സരിഗമ പദനിയിൽ ഒരു കെട്ടി തൂക്കി, അതിലൊരു വല്യമ്മ തലം കെട്ടി തൂക്കി. സരിഗമ പദനി ധനി 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 സാ. ഓലക്കേടെ മൂട്. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കൊലു നാരായണൻ കട്ടോണ്ടുപോയി. രണ്ടു കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. എന്തടി കല്യാണി മുല്ലപ്പൂ വാസന കൊല്ലത്തു നാരാനും വന്നിട്ടുണ്ടോ? എന്തടി കല്യാണി മുല്ലപ്പൂ വാസന കൊല്ലത്തു നാരാനും വന്നിട്ടുണ്ടോ? അഴകിയ രാവണൻ വന്നിട്ടുണ്ടോ? അഴകിയ രാവണൻ വന്നിട്ടുണ്ട്. അവനെന്റെ കയ്യിന്ന് കിട്ടുന്നുണ്ട്. കാളിയല്ലോ, മഹാകാളിയല്ലോ, ഭദ്രകാളിയല്ലോ. കാളിയല്ലോ, മഹാകാളിയല്ലോ, ഭദ്രകാളിയല്ലോ. ഗാരിക വീര പോരിനു വാട, മീൻ വെട്ടും കത്തിക്ക് തീനൂട്ടാൻ നാടാ. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കൊലു നാരായണൻ കട്ടോണ്ടുപോയി. രണ്ടു കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. ഓലക്കേടെ മൂട്. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കൊലു നാരായണൻ കട്ടോണ്ടുപോയി. ദിയ, എന്തോ ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. എല്ലാരും കൂടെ സ്റ്റേജ് ഒക്കെ മാക്സിമം യൂസ് ചെയ്ത് കുറെ കടകളൊക്കെ ഇട്ട് ഫുൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതാരും ഈ സോങ് സെലക്ട് ചെയ്തേ? ഇത് ഞാൻ തന്നെ എടുത്ത. ആ, ഓക്കെ. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഷാനിക്ക, ഇതാണ് ദിയയുടെ അമ്മ. ഹലോ അമ്മേ. അച്ഛനെ നമ്മൾ കണ്ടിരുന്നു. അതിനിടയിൽ അമ്മ ഒരു വീഴ്ച വീണായിരുന്നു. അത് ശരിക്കും വീണതാണോ? അത് അഭിനയിച്ചതാണെന്ന്. അഭിനയിച്ചതാണോ ശരിക്കും വീണതാണോ? ശരിക്കും വീണതല്ല.
അഭിനയിച്ചതാണോ? ശരിക്കും വേണമെങ്കിൽ വേണം എണീച്ച് നിൽക്കുവോ? അങ്ങനെ കിടന്ന് കാരണം ഭയങ്കര നാച്ചുറാലിറ്റി. സരിഗമ പദനിയിലൊരു തൂക്കി അതിലൊരു വല്യമ്മ തലം കെട്ടി തൂക്കി. അഭിനയിച്ചതായിരുന്നു അത്. ഷോ ഓക്കെ, Beautiful. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോം ചെയ്തിട്ട്? പേടിച്ചു വരച്ചിരിക്കുക. ഫാമിലി റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു ആദ്യത്തെ റെസ്പോൺസ്? സ്റ്റേജിലൊന്നും കയറി ശീലമില്ലാത്തോണ്ട് എങ്ങനെയാ ചെയ്യാന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴും പറിച്ചുകൊണ്ടിരിക്കാം. ഇപ്പഴ ഇതാരൊക്കെയാ? ഇത് ദിയയുടെ അച്ഛന്റെ Okay. പെങ്ങളാണ്. ഓക്കെ, ഇത് എന്റെ അമ്മയാണ്, അമ്മൂമ്മയാണ് ദിയയുടെ. ആഹാ, അമ്മമ്മ കുറച്ച് മുമ്പോട്ട് വന്നു അമ്മ. അതെ. അമ്മൂമ്മ യഥാർത്ഥമായിട്ട് വീഴും. അതെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോം ചെയ്തിട്ട്? നമ്മളെ ഇതിന്റെ ഇടയ്ക്ക് ഇവളെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, ടെൻഷൻ ആയിപ്പോയി. ഓക്കെ, ഇനി അമ്മമ്മ പറ. എനിക്ക് എന്താ പറയാനുള്ളത്, ഇതൊരു പറഞ്ഞോണൊക്കെ തന്നെ നന്നായി ചെയ്തെന്നാ തോന്നുന്നേ, അത്രേ അറിയൂ. ഓക്കെ, ഞാൻ തിരിഞ്ഞില്ല, അപ്പൊ തന്നെ അച്ഛൻ ഒന്നും പറയാനില്ല. എന്നാ പിന്നെ പറഞ്ഞിട്ട് പോയാ മതി. പറ. ഒന്നും പറയാനില്ല. ഡെഡിക്കേഷൻ റൗണ്ടിൽ വന്ന് പേടിച്ച് വിറച്ച് ആ സീറ്റിലിരുന്ന ആളാ. അച്ഛൻ ആദ്യം ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു, ഓ എന്നിട്ട് ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതാ. ആണാ? അച്ഛനൊരു അച്ഛൻ ജിമ്മനാണോ? ക്യാരക്ടർ ഇല്ലായിരുന്നെന്നോ എന്ന് പറഞ്ഞു? അല്ല, ഇതില് അഭിനയിക്കാൻ വന്നില്ലായിരുന്നു. അവര് അച്ഛനൊരു ക്യാരക്ടർ ഇല്ലാത്ത ആളാണ്. അച്ഛൻ ജിമ്മനാണോന്ന് ഷാനിക്ക് ചോദിക്കും. ജിമ്മിലൊക്കെ പോവോ? 10-12 വർഷമായിട്ട് പോക്കുണ്ട്. എന്റെ അമ്മ ഇപ്പോഴും ഉണ്ട് കാണാൻ. കൊള്ളാം കേട്ടോ. അടിപൊളി. അപ്പൊ ഇതാരാ മുല്ലാക്ക? വലിയച്ഛനാണ്. ആന്നാ? എന്താ വല്യച്ഛന്റെ പേര്? ആന്ന് ജയരാജ്. ജയരാജ്. ജയരാജ് മുസ്തഫ. ഇനി നമുക്ക് ആ കഥ എന്തായിരുന്നു എന്ന്. എന്താണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? അതൊന്ന് ഞാൻ ഞങ്ങളുടെ അടുത്ത് പറയണം. നമുക്ക് ചില ഡൗട്ടുകളുണ്ട്. ഒരു പഴയ അങ്ങാടിയില് ഒരു വികൃതി കുട്ടി പൂ കച്ചവടം ചെയ്യാൻ വരുന്നതാണ്. അപ്പൊ ആ കവലയില് നടക്കുന്ന ചെറിയൊരു കാര്യം കുരുത്തക്കേടൊക്കെ ചെയ്യുന്നേ. പക്ഷെ അവിടെ ഒരു കുറിച്ചൊക്കെ ചെയ്തില്ല. ഇത്ര നന്നായിട്ടൊരു ഒരു വ്യാപാരം ചെയ്യുന്ന ആളിനെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. ഇവനായിരുന്നു കുരുത്തക്കേട് മൊത്തം. അതാരായിരുന്നു? അതൊന്ന് ചോദിക്കട്ടെ, പേര് പറ. നീരജ്. മക്കളെ ആരാണ് ഈ അങ്ങാടിയിലെ എന്താണ് മോന്റെ പണി? കുരുത്തക്കേട്. കുരുത്തക്കേടാണ് എന്റെ പണി. പണി. മക്കൾ മോടെ ആരാണ്? ദിയയുടെ എന്റെ അമ്മമ്മയുടെ അനിയത്തിയുടെ മോൻ. ഓ, നീണ്ട ബന്ധ. കുഞ്ഞ് നല്ല വികൃതിയായിരുന്നു. അവിടുന്ന് മീനെടുക്കുന്നു, ഇവിടെ ആരാണ്ടയുടെ അച്ഛന്റെ പള്ളക്കൊക്കെ ഇടിക്കുന്നു. അതൊക്കെ നല്ലതായിരുന്നു. അതല്ല, ആ ക്ലൈമാക്സ് എന്തായിരുന്നു? മുല്ലാക്ക വന്ന് അടിക്കാൻ വന്നപ്പോ അച്ഛൻ വന്ന് അത് വാങ്ങിച്ച് വടിയൊന്നും ഒളിപ്പിച്ച് അതെന്താണ്? അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മൊത്തത്തില്. മുല്ലാക്കയുടെ മകനാണ് ഇത്. ഓക്കെ. അപ്പൊ അവര് അടിക്കുന്നത് കണ്ടപ്പോ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അവിടുത്തെ ഒരു മസിൽമാൻ ആയിരുന്നില്ലേ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ കൈ പിടിച്ചു വെച്ചപ്പോ ദേഷ്യം വന്നിട്ട് വയറിന് ഇടിക്കുന്നയാ. ഓ അങ്ങനെ. അടിക്കരുതെന്ന് പറഞ്ഞ ആളുടെ പള്ളക്ക് തന്നെ ചവിട്ടി അല്ലേ? നല്ലതാണ്. അങ്ങനെ തന്നെ വേണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. മോളെ, നല്ല രസമുള്ള നമ്മുടെ എന്താ പറയണ്ട ഒരു ഭീകര ലെവലിൽ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഇത്. ഇത് പല വേദികളിലും കേട്ടിട്ടുണ്ട്. ഇത് ആരാണ് ഇതിന്റെ കമ്പോസർ? ആരാണ് പാടിയത്? ആരാണ് എഴുതിയത്? ഇതൊക്കെ പറ കേക്കട്ടെ. പാടിയത് പി മാധുരിയമ്മ. മാധുരിയമ്മ. ഓക്കെ. പിന്നെ മ്യൂസിക് MK അർജുനൻ മാസ്റ്റർ. അർജുനൻ മാഷ്. എഴുതിയതോ? എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാർ. അതിനകത്ത് ഇതൊക്കെ ഒന്ന് പഠിക്കണം മോളെ കേട്ടോ. ഇരുന്ന് നമ്മൾ ആ പാട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ആരാണ് സൃഷ്ടിച്ചതെന്നുള്ളത് അതൊരു ബേസിക് കടമയാണ് നമ്മുടെ, കേട്ടോ മോളെ. ഓക്കെ സാർ. പിന്നെ മോളെ നല്ല എന്താ രസകരമായിട്ട് തന്നെ മോളെ അത് പാടിയിട്ടുമുണ്ട്. പിന്നെ ആ ഒരു സ്വരം ഉണ്ടല്ലോ ഭയങ്കര ഭീകരമായിട്ട്. ഓ, വണ്ടർഫുൾ. അത് കറക്റ്റ് സാന്ന് പറഞ്ഞപ്പോൾ അതൊട്ട് ചേർന്നതുമില്ല. അതുവരെ കുഴപ്പമില്ലായിരുന്നു. പൊട്ടത്തിട്ടായിരുന്നെങ്കിലും ഷഡ്ജം എന്ന് പറയുമ്പോൾ കൊണ്ട് ചേരണ്ടേ? കോമഡി ആണെങ്കിലും വേണ്ടേ? മക്കളുടെ തലമുടി ഇങ്ങനെ ആക്കി തന്നാൽ ഇങ്ങനാണോ അതില്? അത് കമ്പിയിട്ട് കമ്പിയുണ്ട്. ആയിക്കോട്ടെ. അല്ല പിന്നെ ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നല്ല ചന്താകും മക്കളെ കാണാൻ. അയ്യാ, വെരി ഗുഡ് മുത്തേ. മക്കളെ, അതൊക്കെയാണ്. അപ്പൊ ഇവരെല്ലാരും അച്ഛനും അമ്മയും വല്യച്ഛനും വല്യച്ഛന്റെ മോനും മക്കളുടെ അമ്മൂമ്മയും. ഇതാരാ? അപ്പച്ചിയോ? എങ്ങനെ എന്താണ് വിളിക്കുന്നത്? അപ്പച്ചി എന്നാണോ വിളിക്കുന്നത്? ആണോ? ആന്റി എന്നാ വിളിക്കാറ്. ഓ, ട്രെൻഡി.
ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പം നിങ്ങളെല്ലാം കൂടെ നല്ല രചന. ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നി, ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാതെ. ഒരു കാര്യം പറയാ, ഇത് നമ്മള് പ്രാക്ടീസിന് കുറച്ച് കുറവുണ്ടായിരുന്നു. അത് ശരിയായ വിധത്തില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ. ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയത്. അതിന്റെ ഒരു ചെറിയ ആ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്കൊക്കെ തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത്. എന്താണ് ഏതാണ് എന്തിനാണ് എന്ന് പറഞ്ഞ് അതേ ഉള്ളൂ. അല്ല, നന്നായിട്ട് തന്നെ ചെയ്തു. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? നമ്മളൊന്ന് നടന്മാരൊന്നും അല്ലല്ലോ. നിങ്ങൾ ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ കൊച്ചു വലിയ വികൃതി ഒന്നും കാണിച്ചില്ല. ഞാൻ വിചാരിച്ചു മോള് അവിടെയൊക്കെ പോയി ഇതൊക്കെ വലിച്ചിട്ട് മൊത്തത്തിൽ അലമ്പാക്കും ഈ ചന്ത എന്ന് വിചാരിച്ചു. പക്ഷെ മോള് നല്ല ഡീസൻ്റ് ആയിട്ട് അവിടെ നിന്ന് പാടി. എന്നെക്കാളും വികൃതി ഈ ചേട്ടനാണ്. എന്റെ ചേട്ടനാണ്. ഇത് ചേട്ടനോ? ചേട്ടോ 8ാം ക്ലാസ്സിലാ. മൂത്തതാണ്. ഞാൻ മൂത്തതാണ്. എടാ കണ്ടാ പറയില്ലല്ലോടാ നീ. 8ാം ക്ലാസ്സിലാ. അത് കുഴപ്പമില്ല. അതൊക്കെ കൊള്ളാമനെ. അപ്പൊ എന്തൊക്കെയാലും ഫാമിലിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. പഴയ കാലങ്ങളൊക്കെ ഓർമ്മ പെട്ടെന്ന് ഞാനും ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ നന്നായിരുന്നു. ഹാപ്പി ആയിരുന്നു വളരെ. എന്തൊക്കെയോ കാണിച്ചു അവിടെ. നന്നായിരുന്നു, അതൊക്കെ നന്നായിരുന്നു. ആ ഒരു കൺഫ്യൂഷൻ ആണെങ്കിലും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഒരു രസമുണ്ടായിരുന്നു. ഭയങ്കര ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആ കൊച്ചു ഭയം കലക്കി. ദിയ പാട്ട് നന്നായി പാടി. ആ എക്സൈറ്റ്മെന്റ് കാരണം കുറച്ച് ഷൗട്ടിങ് ആയിപ്പോയി അല്ലേ? ഇപ്പോൾ ഷൗട്ടിങ് ആകുമ്പോൾ കുറച്ച് ശ്രുതി പോവും. അത് കുഴപ്പമില്ല. ഈ പാട്ടിന് എസ്പെഷ്യലി കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഈ പാട്ട് അങ്ങനെ പോവും, ഒരു ഓളത്തിൽ പോവും അങ്ങ്. സോ ഇറ്റ്സ് ഓക്കെ. ഈ പാട്ട് എങ്ങനെ വേണമെങ്കിലും പാടാം. ഇറ്റ്സ് നൈസ്. താങ്ക് യു ശ്രീനി സാർ. ഷാനിക. ദിയ എന്തോ സാർ? നന്നായിരുന്നു മോളെ. താങ്ക് യു. എല്ലാവരോടും വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നോ? പക്ഷെ മനസ്സിലായില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ പെർഫോമൻസ് രസമായിരുന്നു കേട്ടോ. വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ചില കാര്യങ്ങൾ ഒരു കണക്ഷൻ വിട്ടു എന്നുള്ളത് മാത്രം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ പ്രാക്ടീസിന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ മോള് പാടിയത് അപ്പം രണ്ടുപേരും പോയിന്റ് ഔട്ട് ചെയ്ത പോലെ ശ്രുതിയായിരുന്നു നമ്മുടെ. പിന്നെ ഈ പാട്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കുത്തക്കേട് ലെവലുള്ള പാട്ടാകുമ്പോൾ കുറച്ചൊന്ന് ശ്രുതി ഔട്ടൊക്കെ പോയാലും കുഴപ്പമില്ല. പക്ഷെ ഇത് കുറച്ചധികം പോയി, അത്രേ ഉള്ളൂ. ബാക്കി ഭയങ്കര പ്ലേഫുൾ ആയിരുന്നു, ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. ഭയങ്കര ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ അവിടെ സ്റ്റേജിൽ ചാടുന്നു, മുടി വൻ സംഭവമായിരുന്നു. പാട്ടിന് വേണ്ട ഒരു സംഭവമൊക്കെ മോള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാട്ടിന് വേണ്ട ആ ഒരു കൾച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രുതി പ്രശ്നം മാത്രം. റെസ്റ്റ് എവറിത്തിങ് ഇസ് ഫൈൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഇനി ആർക്ക് ചോദിക്കാം? ഷാനിക. ദിയ. എന്തോ? 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ. മക്കളെ 8 മാർക്ക്. താങ്ക് യു. ശ്രീനി സർ. ഓക്കെ, സോ ടോട്ടൽ 16 മാർക്സ്. സൂപ്പർ. താങ്ക് യു.